ബത്ലഹേമിലെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഐതിഹ്യങ്ങളും ഉൾപ്പെടുത്തി ക്രിസ്മസ് വില്ലേജ് ഒരുക്കി തോട്ടുമുക്കം സെന്റ് തോമസ് ഫെറോന ചർച്ച് 15 ദിവസത്തോളം സമയമെടുത്താണ് 30 മീറ്ററോളം നീളത്തിലുള്ള പുൽക്കൂടും 35 അടി നീളമുള്ള നക്ഷത്രവും ഇവർ നിർമ്മിച്ചത്. കണ്ണിന് കുളിർമയേകുന്ന ഈ കാഴ്ച കാണാൻ ജനുവരി 5 വരെ പൊതുജനങ്ങൾക്കും അവസരമൊരുക്കിയിട്ടുണ്ട്. സാധാരണ ഒരു പുൽക്കൂട് എന്നതിലുപരി ഇത്തവണ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ പുൽക്കൂട് നിർമ്മിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ക്രിസ്മസ് വില്ലേജ് എന്ന ആശയം ഉണ്ടായതെന്നും ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ ഐതിഹ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കിയതെന്നും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മംഗളവാർത്തയടക്കം ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലൂടെ സത്രത്തിൽ പോയി അവർ ഇടം തേടുന്നതും മഞ്ഞുമലകളും ചെറിയ കൊട്ടാരങ്ങളും വഴി നേരെ പുൽക്കൂടിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാം ഈ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ടെന്നും തോട്ടുമുക്കം സെന്റ് തോമസ് ഫെറോന ചർച്ചിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ പറഞ്ഞു. ഏകദേശം ഒരു 30 മീറ്ററിലധികം നീളമുണ്ട് ഞങ്ങൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂടില്. ഇവിടത്തെ കുറെ യുവാക്കളും കുറെ ചേട്ടന്മാരും ഇവിടുത്തെ മറ്റ് ഇടവക അംഗങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഏകദേശം ഒരു 2 ആഴ്ചയിലധികം 15 ദിവസത്തിലധികം രാത്രിയും പകലും ഒരു അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പുൽക്കൂട് ഇത്രയും മനോഹരമാക്കാൻ പറ്റിയത്. അതിൽ നമ്മളൊരു ക്രിസ്മസ് വില്ലേജ്, ഒരു ചെറുതായിട്ട് ഒരു ക്രിസ്മസ് വില്ലേജ് ഞങ്ങൾ ഇവിടെ കാണിക്കുക എന്നാണ് തുടക്കം മുതലേ ഞങ്ങളുടെ മനസ്സിലുണ്ടായത്. അതായത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മംഗളവാർത്ത മുതൽ, ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയത്തിന് കൊടുക്കുന്ന മംഗളവാർത്ത മുതൽ യൗസേപ്പിതാവിന്റെ ജീവിതത്തിലൂടെ സത്രത്തിൽ പോയി അവര് ഇടം തേടുന്നതും, അതായത് പരിശുദ്ധ കന്യാമറിയത്തിന് പ്രസവിക്കാനായിട്ട് ഇടം തേടുന്നതും, അങ്ങനെ ചെറിയ കൊട്ടാരങ്ങളും, ആ കൊട്ടാരങ്ങൾ വഴി നേരെ പുൽക്കൂടിലേക്ക് ഒരു യാത്രയാണ് ഞങ്ങൾ ഈ പുൽക്കൂടിൽ ഉദ്ദേശിച്ചത്. ഇടവക വികാരി ഫാദർ ബെന്നി കാരക്കാട്ടിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ യുവാക്കളടക്കം നിരവധി ആളുകളുടെ 15 ദിവസം നീണ്ടുവന്ന പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരമൊരു ഭീമൻ പുൽക്കൂട് നിർമ്മിച്ചത്. പുറത്തുള്ളവർക്കും ക്രിസ്മസ് വില്ലേജ് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും താല്പര്യമുള്ളവർക്ക് ജനുവരി 5 വരെ ഇവിടെ വന്ന് കാണാമെന്നും ഫാദർ ജിതിൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പുൽക്കൂട് ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ തുറന്നിട്ടിരിക്കുന്നത്. ഏകദേശം ജനുവരി 5-6 തീയതി വരെ പുൽക്കൂട് ഇവിടെ ഉണ്ടാവും. അപ്പൊ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം. പുൽക്കൂടിന്റെ വിശേഷങ്ങൾ കാണാൻ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.